ന്യൂയോർക്ക് സിറ്റിയിലെ പത്രങ്ങളും ടി വി സ്റ്റേഷനുകളും ഒന്നും വിചാരിച്ചിട്ടും ട്രാവിസ് കെൽസിയും അതുപോലെ തന്നെ ടൈലർ സ്വിഫ്റ്റും തമ്മിലുള്ള വിവാഹത്തിൻ്റെ പൂർണ്ണമായ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതിൻ്റെ ഇവരുടെ ഒരു നവദമ്പതികളുടെ ഒരു വിവാഹ ഫോട്ടോ പോലും കിട്ടിയിട്ടില്ല. ഈ മാഡിസൺ സ്ക്വയർ ഗാർഡൻ 20,000 അതിൽ കൂടുതൽ ആളുകൾക്ക് ഇരിക്കാവുന്നതാണ് ന്യൂയോർക്ക് സിറ്റിയുടെ നടുക്ക്. അപ്പോൾ അവിടെ ഒരു 1000 പേർക്ക് വേണ്ടിയിട്ടുള്ള വേദിയാണ് ഒരുക്കിയത്. ഒരു മിനി ഫോറസ്റ്റ് തന്നെ, ഒരു കാട് തന്നെ അതിൻ്റെ അകത്ത് ഒരുക്കിയെന്നാണ് പറയുന്നത്. അതിൻ്റെ ഉള്ളിലായിരുന്നു വിവാഹ മണ്ഡപം. അതിൽ മതപരമായ ചടങ്ങുകളൊന്നും നടന്നതായിട്ട് കാണുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഭയങ്കരമായ സദ്യയും ആയിരിക്കുമല്ലോ ഇത്രയും വലിയൊരു വേദിയിൽ വെച്ച്. പക്ഷേ അത്യന്തം രഹസ്യമായിരുന്നു ഇതെല്ലാം. ഒരു വിവാഹം എന്ന് നടക്കുമെന്നോ എപ്പോൾ നടക്കുമെന്നോ ഒന്നും പുറത്തുള്ളവർക്ക് അറിഞ്ഞുകൂടാ, മാധ്യമങ്ങൾക്ക് പോലും, ഈ ന്യൂയോർക്ക് ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾക്ക് പോലും. അതുപോലെ തന്നെ ആരൊക്കെയാണ് അതിഥികൾ, പക്ഷേ ആളുകൾ വരുന്നു, ഇതിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നു, ആളുകൾ വരുന്നു. ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഇത് പിന്നെ നടക്കാൻ പോകുന്നു എന്ന് മനസ്സിലായി. എന്നല്ലാതെ അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽസ് വന്നില്ല. ഇത്ര രഹസ്യമാക്കി വെക്കാനായിട്ടുള്ള കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാര്യം ടൈലർ സ്വിഫ്റ്റും പിന്നെ ഈ ട്രാവിസ് കെൽസിയും ഒക്കെ പോപ്പുലർ ജനപ്രിയരായ ആളുകളാണ്. ഇപ്പം നമുക്കറിയാമോ, പിന്നെ നമ്മുടെ നാട്ടിലെ ഗായിക ചിത്രയോടുള്ള ഒരു ആദരവ് തോന്നുന്ന ഒരു വ്യക്തിയാണ് ഈ ടൈലർ സ്വിഫ്റ്റും. അവർ ചെറുപ്പക്കാരിയാണ്, 35-36 വയസ്സുള്ള രണ്ടുപേർക്കും. അപ്പോൾ എങ്കിലും ആ ആദരവ് നേടുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരെ ഈ വിവാഹം ഇത്ര ഒരു പിന്നെ രഹസ്യമാക്കി വെക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എങ്കിൽ പിന്നെ ഇത്രയും വലിയൊരു വിവാഹം ഇവിടെ വെച്ച് നടത്തിയത് എന്ത്? ഓരോരുത്തർക്കും ഓരോ ഫാൻസി പൈസ. ഇപ്പം പിന്നെ ഈ ടൈലർ സ്വിഫ്റ്റിന് ഏതാണ്ട് 2 ബില്യൺ ആസ്തിയുണ്ടെന്നാണ് പറയുന്നത്, 2 ബില്യൺ. നേരെ മറിച്ച് ഈ കെൽസിക്ക് ഒരു 100 മില്യനൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തമ്മിലൊരു പൊരുത്തം വരുന്നില്ല സാമ്പത്തിക നിലയിൽ. പക്ഷേ അത് പ്രശ്നമല്ലായിരിക്കും. ഈ പരസ്പരം സ്നേഹമാണെങ്കിൽ പിന്നെ ആ പണത്തിന് പ്രശ്നം വരുന്നില്ല. എന്തായാലും ഇതിനെപ്പറ്റി മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, അവർ കണ്ടുമുട്ടിയത് ഇങ്ങനെ ടൈലർ സ്വിഫ്റ്റ് ഗായികയായിട്ട് പോകുന്നു. അപ്പോൾ ഇങ്ങേരുടെ ഈ കെൽസി പിന്നെ വിസിറ്റിംഗ് കാർഡ് എടുത്തുകൊണ്ട് ഐ വാണ്ട് ടു മീറ്റ് യു എന്നോ മറ്റോ പറഞ്ഞു. അപ്പോൾ ഇവരത് ശ്രദ്ധിച്ചു. പിന്നെ ഇവർ വിസിറ്റിംഗ് കാർഡ് നോക്കി ഇവർ അങ്ങനെ പരിചയപ്പെടുകയായിരുന്നു ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിലൊരു റൊമാൻറ്റിക് അന്തരീക്ഷമുണ്ട്, പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊരു ഒരാളെ പരിചയപ്പെടണമെന്നാണ് തൻ്റെ സങ്കല്പങ്ങളിൽ ഉണ്ടായിരുന്നതാണ് ടൈലർ സ്വിഫ്റ്റ് പിന്നീട് പറഞ്ഞത്. എന്തായാലും ഈ വിവാഹത്തിൻ്റെ ഈ രഹസ്യ സ്വഭാവമാണ് നമുക്കത് പിടിക്കാത്തത്. ഇതിൻ്റെ ഒരു ആവശ്യം എന്തായിരുന്നു എന്ന് മനസ്സിലാകുന്നില്ല. എങ്കിൽ പിന്നെ എന്താ പറയുക, 2 വർഷമായിട്ട് അവർ ഇരുവരും ഒരുമിച്ചാണ് മിക്കപ്പോഴും കാണപ്പെടുന്നത്. പിന്നെ ഗംഭീരമായൊരു വിവാഹം നടക്കുമ്പോൾ അതിനൊരു മാധ്യമ ശ്രദ്ധയും ഒരു ആഘോഷ പൊലിമയും ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ അവരതിന് താല്പര്യം കാട്ടിയില്ല. ഇനി അവരുടെ പാടായി, നമുക്കെന്താണ് കാര്യം? അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി മറ്റൊന്ന്, സ്റ്റുഡൻറ്റ് ലോൺ സംബന്ധിച്ചൊരു പുതിയ തീരുമാനം വന്നിരിക്കുന്നത്, ഈ ഹൈസ്കൂളിൽ പഠിച്ചാൽ 12ാം ക്ലാസ് പഠിച്ചാൽ കിട്ടുന്ന ജോലികൾ, അതിന് കിട്ടുന്ന ശമ്പളം, പിന്നെയും ഒരു 4 വർഷം കൂടെ പഠിച്ചൊരു ഡിഗ്രി എടുത്താൽ കിട്ടുന്നത് ഈ 12 പഠിച്ചാൽ കിട്ടുന്ന അത്രയും ശമ്പളമേ കിട്ടുന്നുള്ളൂ. എങ്കിൽ അങ്ങനെയുള്ള കോഴ്സുകൾ, അങ്ങനെയുള്ള ഇപ്പം മ്യൂസിക് അല്ലെ അതുപോലുള്ള കോഴ്സുകളൊക്കെ പഠിച്ചാൽ ഈ 12ാം ക്ലാസ്സുകാരന് കിട്ടുന്ന അതേ ശമ്പളം പോലും കിട്ടിയെന്ന് വരില്ല. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഡിഗ്രിക്ക് സർക്കാർ ലോൺ കൊടുക്കുന്നതിൽ അർത്ഥമില്ല. അവരെങ്ങനെ ലോൺ അടച്ചു വീട്ടും? പിന്നെ നാട്ടുകാരുടെ ചിലവിൽ അവർ വെറുതെ ആവശ്യമില്ലാത്ത കോഴ്സുകൾ പഠിച്ചിട്ട് എന്താണ് കാര്യം? അപ്പോൾ അങ്ങനെയുള്ള ഒരു 800ഓളം കോഴ്സുകൾ നിർത്തലാക്കുന്നത്, അവയ്ക്ക് സ്റ്റുഡൻറ്റ് ലോൺ കൊടുക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 55,000 എത്രയോ തരം കോഴ്സുകളുണ്ട്. അതിൽ ഈ 10-800 എണ്ണത്തിന് സ്റ്റുഡൻറ്റ് ലോണൊന്നും കിട്ടില്ല എന്ന്. അതുപോലെ തന്നെ പല കോഴ്സുകൾക്കും സ്റ്റുഡൻറ്റ് ലോൺ വെട്ടിക്കുറച്ചു. ഈ ഓരോ കോഴ്സിനും ഇത്രയേ കിട്ടത്തുള്ളൂ, ബാക്കി നമ്മളുണ്ടായിക്കോണം, ഈ കാർന്നവന്മാരുണ്ടായിക്കണം, അല്ലെങ്കിൽ പഠിക്കുന്ന പിള്ളേർ ഉണ്ടായിക്കണം, ആ അവസ്ഥ വന്നു. അപ്പോൾ എല്ലാത്തിനും ഒരു നിയന്ത്രണം വന്നു. മറ്റേതിപ്പോൾ കണക്കില്ലാതെ സ്റ്റുഡൻറ്റ് ലോൺ കിട്ടും, പിള്ളേരെ കൊണ്ട് സ്റ്റുഡൻറ്റ് ലോൺ എടുപ്പിക്കും, കോളേജുകൾ ഇഷ്ടംപോലെ അർമാദിക്കും. അതാണ് ഇപ്പോൾ അമേരിക്കയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊരു മാറ്റം വരുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു. അത് സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. പിള്ളേരെ കൊണ്ട് ആവശ്യമില്ലാത്ത കോഴ്സ് പഠിപ്പിക്കുക, എന്നിട്ട് ഒരുപാട് ലോൺ എടുപ്പിക്കുക, എന്നിട്ട് പിന്നെ ആയുഷ്കാലം മുഴുവൻ ആ ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടി തത്രപ്പെടുക. അവർ ജീവിതാവസാനം വരെ അതൊരു ഭാരമായിട്ട് വഹിച്ചുകൊണ്ട് നടക്കുക. ആ ഒരവസ്ഥയ്ക്കൊരു അന്ത്യം കാണുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് തോന്നുന്നു. പിന്നെയൊരു രസകരമായൊരു വാർത്ത കണ്ടത്, നമ്മുടെ മുൻ മജോറിറ്റി ലീഡർ മിച്ച് മക്കോണൽ, സെനറ്റർ. അപ്പോൾ അദ്ദേഹം 84 വയസ്സ്. അദ്ദേഹം മജോറിറ്റി ലീഡർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രസിഡൻറ്റ്, വൈസ് പ്രസിഡൻറ്റ് ഒക്കെ, അതുപോലെ തന്നെ സ്പീക്കർ, ഇങ്ങനെയൊക്കെ ഉള്ളത് കഴിഞ്ഞാൽ ഏറ്റവും അധികം അധികാരമുള്ള തസ്തികകളിലൊന്നാണ്. നേരിട്ടുള്ള അധികാരം അല്ലെങ്കിൽ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട
പൊസിഷനിലൊന്നാണ് ഈ മജോറിറ്റി ലീഡർ മൈനോറിറ്റി ലീഡർ എന്നുള്ളത്. അപ്പോൾ ഇദ്ദേഹം സെനറ്റിലെ മജോറിറ്റി ലീഡറായിരുന്നു ദീർഘകാലം. ഇത്രയധികം കാലം സെനറ്റിൽ അംഗമായിട്ടുള്ള ആളില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ പിന്നെ ആശുപത്രിയിലായി ബ്രെയിൻ ഡെഡ് ആണെന്ന് പറഞ്ഞ് ചില വാർത്തകളെല്ലാം വന്നു. അപ്പോൾ ഏതായാലും അദ്ദേഹം തന്നെ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി അദ്ദേഹം തന്നെ ഇപ്പോഴത്തെ മജോറിറ്റി ലീഡർ സെനറ്റർ ജോൺ തൂൺ അവരെയൊക്കെ വിളിച്ച് സംസാരിച്ചു എന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് കണ്ടു. എന്തായാലും അദ്ദേഹം ദീർഘായുസ് ഉള്ള ആളായിരിക്കട്ടെ എന്ന് കരുതുന്നു. 84 വയസ്സല്ലേ ആയുള്ളൂ. 90 91 വയസ്സുള്ള ആളുകൾ നമ്മുടെ നാട്ടിൽ മുഖ്യമന്ത്രി ആവണമെന്നൊക്കെ പറഞ്ഞ് ആവശ്യപ്പെടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രായം ഒരു പ്രശ്നമുള്ള കാര്യമല്ല. പിന്നെ ഒരു കാര്യം, മെറ്റായ്ക്കെതിരായിട്ട് ഈ വിവിധ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കാലിഫോർണിയ, കൊളറാഡോ, ന്യൂജേഴ്സി, ഇങ്ങനെ 3-4 സ്റ്റേറ്റുകൾ കൊടുത്ത ഒരു കേസുണ്ട്. അതിൽ ഏതാണ്ട് 29 സ്റ്റേറ്റോ മറ്റോ കക്ഷിയും ചേർന്നിട്ടുണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത്, ഈ കേസിൽ പറയുന്നത്, ഈ മെറ്റ, അതായത് ഫേസ്ബുക്ക് മൂലം അത് കുട്ടികളെ അഡിക്റ്റഡ് ആക്കുന്നു. അതുമൂലം അവർക്ക് മാനസിക രോഗത്തിനും അതുപോലെ തന്നെ പ്രശ്നങ്ങൾക്കും അടിമപ്പെടുന്നു. അവരുടെ ആ കൗമാരവും ബാല്യവും എല്ലാം ഇല്ലാതായിത്തീരുന്നു. ആ അവസ്ഥ കൊണ്ടുവന്നത് ഈ മെറ്റയാണ്. അപ്പോൾ അതിന് നഷ്ടപരിഹാരമായിട്ട് ഇവരെല്ലാവരും കൂടി ചോദിക്കുന്നത് ഏതാണ്ട് $1.4 ട്രില്യൺ. അതായത് ഈ മെറ്റായുടെ ആളുകൾ പറയുന്നത് അത്രയും തുക തങ്ങളുടെ കമ്പനി മൊത്തം വിറ്റാലും അത്രയും കിട്ടാനില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം 1.4 ട്രില്യനൊക്കെ വിലയുള്ള കമ്പനികൾ എൻവിഡിയ ഉണ്ടെന്ന് തോന്നുന്നു, എലോൺ മസ്കിൻ്റെ സ്പേസ് എക്സ് ഒരുപക്ഷെ കാണുമായിരിക്കും. അങ്ങനെയൊക്കെയുള്ള ചില കമ്പനികളേ ഉള്ളൂ. ഈ ഫേസ്ബുക്കിന് ഏതാണ്ട് അത്രയൊന്നും ഇല്ല എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അങ്ങനെ ഇത്രയധികം പണം ചോദിക്കുന്നു എന്നുള്ളത് ആ കേസിന് തന്നെ ഒരു ബലമില്ലാതാക്കുന്ന പരിപാടിയാണെന്നാണ് ഈ ഫേസ്ബുക്കിൻ്റെ അറ്റോർണിമാർ പറയുന്നത്. എന്തായാലും അതിനെപ്പറ്റി ഈ കേസ് കാലിഫോർണിയയിലെ ഓക്ലൻഡ് ഫെഡറൽ കോടതിയിൽ നടക്കുന്നു. ഇവിടുത്തെ കോടതികളാണ് എത്രയൊക്കെ ശിക്ഷിക്കുമെന്ന് നമുക്ക് പറഞ്ഞുകൂടാ. നമുക്ക് അറിയാം, മൻഹാട്ടനിലൊരു കോടതി പ്രസിഡന്റ് ട്രംപ് അന്ന് അദ്ദേഹത്തിനെതിരെ കേസ് വന്നപ്പോഴത്തേക്ക്, അദ്ദേഹത്തിന് സാമ്പത്തിക കേസ് വന്നപ്പോൾ 445 മില്യനാണ് ശിക്ഷ വിധിച്ചത്, പിഴ വിധിച്ചത്. അത് കൊടുക്കണം. അത് കൊടുത്തിട്ട് വേണം അപ്പീൽ, അതിൻ്റെ എത്രയോ ഭാഗം കെട്ടിവെച്ചിട്ട് വേണം അപ്പീൽ കൊടുക്കാനായിട്ട്. അപ്പോൾ അതിന് 175 മില്യനോ മറ്റോ വേണം. അത്രയും ഇല്ലായിരുന്നുകൊണ്ട് കോടതി എത്രയോ മതിയെന്നും പറഞ്ഞ് അപ്പീൽ കൊടുക്കുന്നതിന് അനുവാദം കൊടുത്തു. എന്നിട്ട് പിന്നീട് ആ അപ്പീലിൽ ആ ശിക്ഷ തള്ളിക്കളയാണ് ചെയ്തത്. 440 മില്യനൊക്കെ. ഈ മില്യനൊന്നും ഒരു കണക്കില്ലാത്ത രീതിയിലാണ് കോടതികൾ ശിക്ഷിക്കുന്നത്. ആ രീതിയിൽ എന്തായാലും ഈ മെറ്റായ്ക്ക് ആ ഗതികേട് വരാതിരിക്കട്ടെ എന്ന് കരുതാം. മെറ്റ നമുക്ക് ആവശ്യമാണ്, പക്ഷേ നിയന്ത്രണങ്ങളും ആവശ്യമാണ്.